എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ച് മെറ്റീരിയൽസാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാം. സെല്ലോ ടേപ്പും ഡബിൾ സൈഡ് ടേപ്പും യൂസ് ചെയ്യാതെയാണ് നമ്മൾ ഇന്ന് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു A4 ഷീറ്റ് എടുക്കുക. എന്നിട്ട് ഇതുപോലെ കുറച്ച് കുഞ്ഞു കുഞ്ഞു ഇമേജസ് വരച്ചെടുക്കുക. വരച്ചെടുത്തതിന് ശേഷം നമ്മളത് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുന്നത് മാർക്കർ വെച്ചിട്ടാണ്. പെർമനൻറ്റ് മാർക്കർ ആണെങ്കിൽ ഏറ്റവും നല്ലത്, അല്ല സ്കെച്ച് പെൻ വെച്ചിട്ട് ചെയ്താലും മതി. ഇനി നമ്മൾ ഇതിനെ എല്ലാറ്റിനെയും ഒന്ന് കളർ ചെയ്തെടുക്കുന്നുണ്ട്. സ്കെച്ച് ആണെങ്കിൽ കുറച്ചും കൂടെ ബ്രൈറ്റ് ആയിട്ട് കിട്ടും. പിന്നെ ഷെയ്ഡിങ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന അതുപോലെ തന്നെ ഉണ്ടാവും. എല്ലാം കളർ ചെയ്തെടുത്തതിന് ശേഷം നമ്മളെല്ലാം ഇതുപോലെ കുറച്ച് വൈറ്റ് സ്പേസ് വിട്ടിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് വേണ്ടുന്നത് ഇതുപോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റാണ്. ഇനി അതിലേക്ക് ഗ്ലൂ ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നമ്മളുടെ ഫെവിസ്റ്റിക്ക് പോലത്തെ ഗ്ലൂ എടുക്കുക. എന്നിട്ട് ഒന്ന് മൊത്തമായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഓരോ ഇമേജായിട്ട് ഇതിൻ്റെ മേലെ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഒട്ടിക്കുമ്പോൾ നമ്മൾ വരച്ച ഭാഗം താഴേക്ക് വരുന്ന രീതിയിലാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കേണ്ടത്. ഇനി നമ്മളൊരു വൈറ്റ് പേപ്പർ എടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെയും മൊത്തമായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ പിക്ചർ ഒട്ടിച്ച ആ ഒരു പ്ലാസ്റ്റിക് ഷീറ്റില്ലേ, അതൊന്ന് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് വൈറ്റ് പേപ്പറിൻ്റെ മേലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഇത് നല്ലപോലെ ഉണങ്ങുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഓരോന്നിനെയായിട്ട് കട്ട് ചെയ്തെടുക്കുക. സ്റ്റിക്കേഴ്സിൻ്റെ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് വൈറ്റ് സ്പേസും കൂടെ വിട്ടിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പുറത്തുനിന്നൊക്കെ മേടിക്കുന്ന പോലത്തെ സ്റ്റിക്കേഴ്സ് കിട്ടും. പിന്നെ ഇത് വാട്ടർ പ്രൂഫാണ്. ഇനി ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബാക്കിൽ ഈ ഒരു വൈറ്റ് പേപ്പറിൻ്റെ മേലെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഡബിൾ സൈഡ് ടേപ്പ് ബാക്കിൽ ഒട്ടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിക്കേഴ്സായിട്ട് ഇത് യൂസ് ചെയ്യാം. ഇനി നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെയാണ് ഡബിൾ സൈഡ് ടേപ്പ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഡബിൾ സൈഡ് ടേപ്പ്. ആദ്യം തന്നെ ഇതിൻ്റെ വർക്കിംഗ് നോക്കാം. അപ്പോൾ ഇതിൽ നിന്ന് ഒരു പീസ് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ ബുക്കിൻ്റെ പുറത്ത് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതേ അതിൻ്റെ പുറത്തുള്ള സ്റ്റിക്കർ പേപ്പർ ഇളക്കി കളയാം. എന്നിട്ട് നമ്മളിപ്പോൾ ഉണ്ടാക്കിയ സ്റ്റിക്കേഴ്സിന് ഒരു സ്റ്റിക്കറാണ് ഇവിടെ ഒട്ടിച്ചിട്ടുള്ളത്. 100% വർക്കിംഗ് ആയിട്ടുള്ള മെത്തേഡാണ്. അതുപോലെ നമ്മൾക്ക് വേസ്റ്റ് മെറ്റീരിയൽ മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് നെയിം സ്ലിപ്പൊക്കെ ഉണ്ടാവില്ലേ, അത് ഒട്ടിച്ചതിന് ശേഷം നമുക്ക് ബാക്കി വരുന്ന ഒരു പീസില്ലേ, അതായത് ഇപ്പം നമുക്ക് ഈ ഒരു ബോർഡർ പോലത്തെ സംഭവമില്ലേ, അതാണ് ഞാൻ കട്ട് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ഈ രണ്ട് സൈഡിൽ നിന്നും വേസ്റ്റായിട്ട് വന്നിട്ടുള്ള രണ്ട് പീസസ് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുക. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ സ്റ്റിക്കർ പേപ്പറും അങ്ങനെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇതുപോലത്തെ രണ്ട് പീസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മേലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിനെ രണ്ടിനെയും ഒരുമിച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഒട്ടിക്കുമ്പോൾ സ്റ്റിക്കർ പേപ്പേഴ്സ് ബാക്കിൽ പുറത്തേക്ക് കാണുന്ന രീതിയിലാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കേണ്ടത്. ഒട്ടിച്ചതിന് ശേഷം ഇത് നല്ലപോലെ ഉണങ്ങാൻ വെക്കുക. ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് ഡബിൾ സൈഡ് ടേപ്പ് റെഡിയാവും. ഇപ്പോൾ രണ്ട് സൈഡിലും സ്റ്റിക്കർ പേപ്പറാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഒരു പീസ് കട്ട് ചെയ്തിട്ട് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ ക്യാൻവാസ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ മിനി ഈസൽ സ്റ്റാൻഡാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് 5 ഐസ്ക്രീം സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. ആദ്യം ഇതുപോലെ എഴുതുന്ന പോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിക്കുമ്പോൾ ഗ്ലൂ ഗൺ അല്ലെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഗ്ലൂ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. 3 സ്റ്റിക്ക് ഇതുപോലെ ഒട്ടിച്ചതിന് ശേഷം 4ാമത്തേത് നമ്മൾ പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ ഇത് ഇതുപോലെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്കിതിന് ഒരു സ്റ്റാൻഡ് വേണം. അപ്പം 5ാമത്തെ ഐസ്ക്രീം സ്റ്റിക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുക. 2 പീസാക്കി എടുത്തിട്ട് നമ്മൾ ബാക്കിൽ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. നല്ലപോലെ ഒട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഇതൊരു ഈസൽ സ്റ്റാൻഡായിട്ട് കിട്ടും. നമ്മളുടെ പെയിൻറ്റിങ്സൊക്കെ വയ്ക്കാനും ഒരു ടേബിൾ ഡെക്കോറായിട്ടൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം. ഇനി അടുത്തത് നമുക്ക് ഇതുപോലത്തെ വേസ്റ്റ് കാർഡ്ബോർഡ് പീസസ് ആണ് വേണ്ടത്. അപ്പം ഇങ്ങനത്തെ കുറച്ച് സ്ക്വയർ പീസസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി അതിൻ്റെ ഒരു ഭാഗം ഇതുപോലെ നമ്മളൊന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ ഇളക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഇതൊന്ന് നനച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ വലിച്ചെടുക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് ഇളകിപ്പോരും. ഇനി ഒരു ബ്രഷ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എക്സ്ട്രാ ആയിട്ടുള്ള അവിടെ പറ്റി പിടിച്ചിരിക്കുന്ന കുഞ്ഞു കുഞ്ഞു പീസസും കൂടെ ക്ലീനായി കിട്ടും. ഇപ്പോൾ ഞാൻ കുറച്ചധികം എണ്ണ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഇഷ്ടമുള്ള കളേഴ്സ് വെച്ചിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ ബേസ് ആയിട്ടൊരു വൈറ്റ് കൊടുത്തിട്ട് നമ്മൾ കളർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള കോറിഗേറ്റഡ് ഷീറ്റ്സ് റെഡിയായി കിട്ടും. അപ്പോൾ നമുക്കിത് ആമസോണിലൊക്കെ ഒരു സെറ്റിന് 200 റുപ്പീസിന് മേലെയൊക്കെയാണ് വില. അപ്പോൾ അതാണ് നമ്മൾ വേസ്റ്റ് കാർഡ്ബോർഡ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ക്രാഫ്റ്റ് ചെയ്യാനൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അടുത്തത് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെയാണ് ക്യാൻവാസ് ബോർഡ് ഉണ്ടാക്കുക നോക്കാം. അപ്പോൾ നമ്മൾ അധികം കട്ടിയില്ലാത്ത ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു ബിസ്ക്കറ്റിൻ്റെ ബോക്സിൽ നിന്നാണ് ഒരു പീസ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇഷ്ടമുള്ള സൈസ് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു 10x10 ആണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ കട്ടിയുള്ള കാർഡ്ബോർഡിൽ നിന്ന് ഇതുപോലെ സ്ട്രിപ്സ് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ 4 സൈഡിലായിട്ട് ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഇതുപോലെ ഗ്ലൂ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ടിഷ്യൂ പേപ്പർ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡിലും കൂടെ ടിഷ്യൂ വെച്ചിട്ടൊന്ന് കവർ ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ മേലേക്ക് ക്യാൻവാസ് ഷീറ്റാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ക്യാൻവാസ് ഷീറ്റ് അല്ലെങ്കിൽ ബക്രം ഷീറ്റ് എന്ന് പറയും. അപ്പോൾ അത് നമുക്ക് ഒരു റോളായിട്ടൊക്കെ മേടിക്കാൻ കിട്ടും. അപ്പോൾ അതിൽ നിന്ന് ഒരു കുഞ്ഞു പീസ് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഇതിൻ്റെ മേലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ഒരു സിമ്പിളായിട്ടുള്ള ക്യാൻവാസ് ബോർഡ് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ഗ്ലിറ്റർ ഗ്ലൂ എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കുക നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രം എടുക്കുന്നുണ്ട്. എന്നിട്ട് വയലറ്റ് കളർ വേണ്ടുന്നതുകൊണ്ട് ഞാൻ ഉജാലയാണ് എടുക്കുന്നത്. കുറച്ച് ഉജാല ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ക്ലിയർ ഗ്ലൂ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ക്ലിയർ ഗ്ലൂവിന് പകരം നമുക്ക് ഫെവിക്കോളോ അല്ലെങ്കിൽ സാധാരണ ഗ്ലൂ എടുത്താലും മതി. ഇനി ഇതിലേക്ക് ഗ്ലിറ്ററാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം വയലറ്റ് കളർ എടുക്കുന്നതുകൊണ്ട് ഞാൻ സിൽവർ ഗ്ലിറ്ററാണ് എടുക്കുന്നത്. ഇപ്പോൾ റെഡ് കളറാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ റെഡ് ഗ്ലിറ്റർ എടുക്കുക. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളൊരു ബോട്ടിലാക്കി സ്റ്റോർ ചെയ്യാം. അപ്പോൾ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഉണങ്ങിക്കഴിയുമ്പോഴുള്ള റിസൾട്ട് വരുന്നത്. ഇനി നമ്മൾ എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ വേസ്റ്റ് ഗ്ലിറ്റർ ഫോം ഷീറ്റ്സ് ആണ്. ഫോം ഷീറ്റ് വെച്ച് എന്തെങ്കിലും ക്രാഫ്റ്റൊക്കെ ചെയ്തിട്ട് ബാക്കി വരുന്ന പീസസ് ഞാൻ ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഇതുപോലത്തെ ക്ലേ കട്ടറും പല ഷേപ്സാണ് ഇതിൽ വരച്ചെടുക്കുന്നത്. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ സ്കെയിലിൽ സ്റ്റെൻസിൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് നമുക്ക് പല ഷേപ്സായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ഫോം സ്റ്റിക്കേഴ്സായിട്ട് പുറത്തുനിന്ന് മേടിക്കാൻ കിട്ടുന്നതാണ്. അതാണ് നമ്മളിപ്പോൾ വീട്ടിൽ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെയാണ് എയർ ഡ്രൈ ക്ലേ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്. ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന ആട്ടയില്ലേ, അതാണ് എടുക്കുന്നത്. അതിൻ്റെ 2 സ്പൂൺ എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ യെല്ലോ കളറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിങ്ങനെ കളർ ഇല്ലാണ്ട് വെച്ചിട്ട് പിന്നെ ആവശ്യമുള്ള കളർ ആഡ് ചെയ്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ യെല്ലോ കളർ ക്ലേ ആണ് ഉണ്ടാക്കുന്നത്. ഇനി നമ്മളിതിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കേടാവാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്തിട്ട് നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴയ്ക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കുക. ഇനി ഇത് കുറച്ച് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിൽ കുറച്ച് എണ്ണ ഒഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബോഡി ലോഷൻ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് സ്മൂത്തായിട്ട് ക്ലേ കിട്ടും. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് മോൾഡ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എയർ ഡ്രൈ ക്ലേ റെഡി ആയിട്ടുണ്ട്. നമ്മളിത് എയർ ടൈറ്റായിട്ട് സ്റ്റോർ ചെയ്യണം. പുറത്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് കട്ട പിടിക്കും, അതുപോലെ പെട്ടെന്ന് കേടായി പോവുകയും ചെയ്യും. അപ്പോൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. അടുത്ത ക്രാഫ്റ്റ് മെറ്റീരിയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാത്രം എടുക്കുന്നുണ്ട്. എന്നിട്ട് എക്സ്പയർ ആയിട്ടുള്ള കുറച്ച് ഷാമ്പു ആണ് ആഡ് ചെയ്യുന്നത്. അതിലേക്ക് നമ്മൾ കുറച്ച് പെയിൻറ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പെയിൻറ്റ് ഇല്ലെങ്കിൽ ഫുഡ് കളറോ സ്കെച്ച് പെന്നിൻ്റെ കളറോ എന്തെങ്കിലും എടുക്കാം. അപ്പോൾ അതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ച് കട്ടി ആയതുകൊണ്ട് മാത്രമാണ് വെള്ളം ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതുപോലെ ലിക്വിഡ് ആയിട്ട് തന്നെ കിട്ടുകയാണെങ്കിൽ വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമ്മളൊരു പേപ്പർ എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ 2 സൈഡിലും ഈ സ്പോഞ്ച് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഈ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ബ്രഷ് കൊണ്ട് അപ്ലൈ ചെയ്യുന്നതിനേക്കാളും ഇതുപോലെ സ്പോഞ്ചൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് അപ്ലൈ ചെയ്യുന്നതാണ് കൂടുതൽ എളുപ്പം. രണ്ടോ മൂന്നോ കോട്ട് കൊടുത്തതിന് ശേഷം ഇത് ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് ഒരു കളർ പേപ്പർ റെഡിയാവും. നമ്മളിപ്പോൾ റെഡ് കളർ പേപ്പറാണ് റെഡിയാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഇതുപോലെ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ലാസ്റ്റായിട്ട് നമുക്ക് വീട്ടിലെങ്ങനെയാണ് ഗ്ലാസ് പെയിൻറ്റ് ഉണ്ടാക്കുക നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതുപോലെ കാലിയായിട്ടുള്ള ഗ്ലാസ് പെയിൻറ്റിൻ്റെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഗ്ലൂ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഫെവിഗമാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വയലറ്റ് കളറിന് വേണ്ടിയിട്ട് നമ്മൾ ഉജാലയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമുക്ക് ഗ്ലാസ് പെയിൻറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇഷ്ടമുള്ള കളർ വെച്ചിട്ട് നമുക്ക് ഗ്ലാസ് പെയിൻറ്റ് ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇത് വർക്കിംഗ് ആണോ നോക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ മൂടിയാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഞാൻ ജസ്റ്റ് ഒരു ഷേപ്പ് വരച്ചെടുക്കുന്നുണ്ട്. ഇത് ഉണങ്ങി കഴിയുമ്പോൾ നമ്മൾ ഗ്ലാസ് പെയിൻറ്റ് വെച്ച് പെയിൻറ്റ് ചെയ്ത പോലെ തന്നെയാണ് ഉള്ളത്. അത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ. നമ്മളിന്ന് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന 10 ക്രാഫ്റ്റ് മെറ്റീരിയൽസ് ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒരു ഹാർട്ട് സ്മൈലി കമൻറ്റ് ചെയ്യുക. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.